Co-powered by Lasa Ice Creams and Damro Furniture. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് വെൽക്കം ടു Boing Boing, co-powered by Lasa Ice Cream and Damro Furniture. Boing boing, boing boing. വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിലും വരുന്നത്. അതുകൊണ്ട് എന്തായാലും നിന്നോട് ഞാൻ പറഞ്ഞില്ല, ടീം എയിൽ വരാൻ പോകുന്ന പിള്ളേരെ കണ്ട് നീ ഞെട്ടും. TKDയിൽ കുറച്ച് മെന്റേഴ്സ് ഉണ്ട്, കുറച്ച് ഡാൻസേഴ്സ് ഉണ്ട്, കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ആ മത്സരത്തിൽ നിന്ന് ഈ മത്സരത്തിലേക്ക് കുറച്ച് മെന്റേഴ്സിനെയും ഒരു കണ്ടസ്റ്റന്റിനെ എല്ലാം കൂടെ കൊണ്ടുവരാൻ ആരൊക്കെയാണെന്ന് നീ വഴിയെ കാണാം. DKD ഫാമിലി വരാൻ പോണത്. DKD ഫാമിലിയാണ് വരാൻ പോകുന്നത്. വരട്ടെ. Let's welcome the beautiful and dancing girls from DKD. ഇതാരെന്നറിയോ? നീ DKD എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആരൊക്കെയോ വേറെ ആരൊക്കെയോ എനിക്ക് അറിയാത്ത ആൾക്കാരാണ്. ഇതെന്റെ മുത്താണ്, എന്റെ SLC +2 നീ വരുന്ന എനിക്ക് ശരിക്കും ബോയിങ് ബോയിങ്ങില് ദീപൻ എന്റെ എന്താ പറയാ വളരെ നാളത്തെ ഒരു ഫ്രണ്ടാണ്. ഈ ഒരു മുഖം കണ്ടപ്പോഴുണ്ടല്ലോ, ബാല്യകാല സുഹൃത്താണ്. ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ പൊട്ടിപ്പോയി. നല്ലൊരു സർപ്രൈസ് ആണ് അല്ലെങ്കിൽ എടാ വഴിയെ വരാൻ പോകുന്നത് നിനക്കിട്ടുള്ള അമ്മിട്ട് കൊണ്ടു. കാരണം ഇവരെ കൊണ്ടുവന്നാൽ നിന്റെ പഴയ കഥകൾ എനിക്ക് ഇവിടെ ചുരുളഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സൂരജിന്റെ പഴയ വലിയ വലിയ കഥകൾ ചുരുളഴിയുന്നതിന് മുന്നേ നമുക്ക് ഇവരെ കൊണ്ടുവന്ന് ഇരുത്താം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് പ്ലീസ്. എന്റെ മാസ് ടീമിനെ ഞാൻ വിളിക്കുകയാണ്. അടിപൊളി ടീം ഫ്രം ടീം ബി. Here we go. എന്റെ ഫാമിലിന്നാ വന്നിരിക്കുന്നത്. ആ കുട്ടി ഇതൊരു ചെട്ടി. ഇത്രയും വലിയ ഗതികേട് കുട്ടിക്ക് ജീവിതത്തിലുണ്ടായിരുന്നോ? ഇവിടെ ഞാനാണ് മുതലാളി, കാശ് മണിക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മതി. ദേ അവിടെ പോയിരിക്കും നല്ല അടിപൊളി സീറ്റ്. വഴിയെ മനസ്സിലാക്കാം കുറെ കാര്യങ്ങൾ. ഇവരൊക്കെ കുലംകുത്തികളാവുമെന്ന് എനിക്ക് പേടിയുണ്ട്. പോയിരിക്കും. നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഇവരൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് പരിചയപ്പെടാനാണ്. അപ്പം ലെറ്റ്സ് വെൽക്കം ദ ഷോ ശ്രുതി ലക്ഷ്മി. താങ്ക് യു. ശ്രുതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല എക്സലന്റ് ഡാൻസർ ആണ്. അത് മാത്രമല്ല സിനിമ, സീരിയൽ, മിനി സ്ക്രീനിൽ ഇപ്പൊ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു താരം കൂടെയാണ്. സിനിമയിൽ നിന്ന് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മിനി സ്ക്രീനിലോട്ടായിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിന് മുന്നേ ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡുകളിലും കണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറയാലോ, സൂരജ് എങ്ങനെ ഈ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് സ്വഭാവം വെച്ചിട്ട് എന്നിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? മുത്താനെ പൊളിച്ചടാ. ശരി ശ്രുതി, ഇത്രയും നല്ല കാര്യങ്ങൾ സൂരജിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എനിക്കും പ്രേക്ഷകർക്ക് അറിയുന്നില്ല, ഇവൻ പഠിച്ചിരുന്ന സമയത്ത് ഇവന്റെ ഒരു ഊള സ്വഭാവം. ഇവൻ ഭയങ്കര ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ബിക്കോസ് അവന്റെ അമ്മ ടീച്ചറാണ്. അപ്പം ഇവന് പക്ഷെ എനിക്ക് സൂരജിന്റെ ഒരു വളർച്ച ശരിക്കും എന്താ പറയാ, അവൻ നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കും, പ്രസംഗിക്കും. നമ്മൾക്ക് ഈ ക്ലാസ് ഒക്കെ ടീച്ചേഴ്സ് വരാത്ത സമയത്തൊക്കെ പല വിഷയത്തെ കുറിച്ച് ഇവൻ സംസാരിക്കും. അവന് ഭയങ്കര സഹായിയായിരുന്നു. ഇനി ശ്രുതി ഇത്രയും നേരം പറഞ്ഞ സൂര്യനെ കുറിച്ചാണ്. ശ്രുതി നമ്മുടെ ഷോ കാണാറുണ്ടല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഷോ? കാരണം സി കേരളത്തിന്റെ ഒരു അംഗമായി സി കേരളം തുടങ്ങിയപ്പോ തന്നെ. അപ്പൊ അതില് പുതിയ പ്രോഗ്രാം ബോയിങ് വന്നപ്പോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പുതിയ ഗെയിംസ്, ലൈക്ക് നമ്മള് മലയാളികൾ കണ്ട് പരിചയമല്ലാത്ത കുറെ ഗെയിംസ്, വാട്ടർ ഗെയിംസ്. അപ്പം പിന്നെ നിങ്ങൾ രണ്ടുപേര്, ഞാൻ വെച്ചാൽ രണ്ട് ആൺകുട്ടികൾ എങ്ങനെ ഒരു ഷോ ഹാൻഡിൽ ചെയ്യും? പക്ഷെ ഭയങ്കര രസമാണ്. നിങ്ങൾ രണ്ടുപേരാണ് ഈ ഷോയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. എന്നെ പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് ഞാനും 2 വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ 10-28 വയസ്സായ സ്ഥിതിക്ക് ഇത്രയും സമയത്ത് 28 സത്യമായിട്ട് 28 29 ഒന്നോട്ട് 29. ശ്രുതി ഇവന്റെ ഏജ് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ ഏജ് ഇവിടെ പുറത്താവും. ഒരു സെക്കൻഡ്, ഇവനാണോ ബുദ്ധിയുള്ള പയ്യൻ? ക്ഷമിക്കും. ശ്രുതിയുടെ ഏജും എന്റെ ഏജും തമ്മിൽ മാറ്റമുണ്ട്. പക്ഷെ എനിക്ക് 29 ഉള്ളൂ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ 2 ക്ലാസ് തോറ്റ് അവിടെ കിടന്നു. അങ്ങനെ ആയിക്കോട്ടെ. ശ്രുതിക്ക് ഒരു ചീത്തപ്പേരുണ്ടാകാൻ ഞാൻ സമ്മതിക്കും. അപ്പൊ ശ്രുതിനെ പറ്റിട്ട് പറയുമ്പോ ഇപ്പൊ ഈ സമയത്തുള്ള ഒരുപാട് സിനിമാ നടിമാരൊക്കെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു, സീരിയൽ നടിമാരെ പരിചയപ്പെട്ടു. പക്ഷെ എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു സിനിമയായിട്ട് ബന്ധമുള്ള ഒരാള് ഞാൻ പരിചയപ്പെട്ട ശ്രുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു സിനിമാ നടിയുടെ കൂടെ ഫോട്ടോ എടുത്തു എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് ശ്രുതിയുടെ കൂടെയാണ്.
നിങ്ങൾ രണ്ടുപേരും പരസ്പരം തള്ളാണ് ഈ സെറ്റ് മറിക്കില്ല. ഞങ്ങൾ ഇത്രയും ഹാപ്പി എന്താണെന്നറിയോ, Okay. നമ്മൾ എറണാകുളം ട്രിവാൻഡ്രം ഒന്നുമല്ല, കണ്ണൂരിൽ നിന്നും 1.5 മണിക്കൂർ പോണ ഞങ്ങളുടെ നാട്ടിലേക്ക്. അവിടെ ഒരു സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് അത്രയും ആൾക്കാർ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും വരാന്ന് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞ ശ്രുതിയും ശ്രുതിയും വന്നപ്പോ ഈ ഷോ ഭയങ്കര സമൃദ്ധമായി. നമുക്ക് അടുത്ത ചോദിക്കാം. ലെറ്റ്സ് വെൽക്കം ദ ഷോ ശരണ്യ. ശരണ്യം DKDയിലെ ഒരു മെന്ററാണ്. ശരണ്യ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പറയൂ ശരണ്യ. ഈ ബോയിങ് ഷോ ഇപ്പൊ സീ കേരളം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ DKDത്തെ ഒരു മെന്റേഴ്സ് ആണ്. സോ ഒരു ഭാഗമായി കഴിഞ്ഞു സീ കേരളത്തിന്റെ ഫാമിലി തന്നെ ആയി കഴിഞ്ഞു. അപ്പൊ അതില് ഒരു പുതിയ ഒരു ഷോ ബോയിങ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് എങ്ങനെയായിരിക്കും ഒരു, കാരണം ഇപ്പം തന്നെ കുറെ ഷോസ് ഇങ്ങനെ വേറെ ഇതിൽ വരുന്നു, അതെങ്ങനെ ബീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഒരു വെറൈറ്റീസ് ഓഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നുന്ന പോലത്തെ ഒരു ഗെയിം സീക്വൻസ് ആണ് ഇവിടെ. സോ അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ്. യു ഗൈസ് ആർ ഓസം. താങ്ക് യു സോ മച്ച്. ശരണ്യെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സലന്റ് ഡാൻസർ ആണ്, അതുപോലെ സിനിമ നല്ലൊരു ആങ്കർ കൂടിയാണ് അല്ലേ? ആങ്കർ കൂടിയാണ്. ശരണ്യനെ പറ്റിയിട്ട് പറയുമ്പോ ചങ്സിലെ ടീച്ചറാണ് ഓർമ്മ വരുന്നത്. കുട്ടികളെ ക്ലാസ്സിൽ എത്താൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ട് സോണിയ മിസ്. കാരണം മലയാളികൾക്ക് എല്ലാം അറിയാം, ചങ്സ് മൂവി കണ്ട ആൾക്കാർക്ക് അറിയാം ഈ ക്ലാസ്സിലെ പിള്ളേരൊന്നും മര്യാദയ്ക്ക് ഇരുത്താൻ, ആമ്പിള്ളേരെ മര്യാദയ്ക്ക് ഇരുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ടീച്ചറാണ് സോണിയ. സോണിയ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഫിലിം കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം? ചങ്സ് എന്റെ ഒരു ലൈഫിൽ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു സോണിയ. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. അതെ, ഏറ്റവും കൂടുതൽ യൂത്ത് പിള്ളേരാണ് ഏറ്റവും കൂടുതൽ അത് എന്നെ സപ്പോർട്ട് ചെയ്തതും. ലൈക് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഒക്കെ ഏറ്റെടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരും ശരണ്യെ നമ്മുടെ ബോയിലെ എപ്പിസോഡിലും ഏറ്റെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി ഇപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയം. ഇയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോയിങ് പോലുള്ള ഗെയിമിൽ മത്സരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിച്ച് വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതൊന്നും എനിക്ക് ഒന്നുമല്ല എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിലാണ് അവിടെ ഇരിക്കുന്നത്. ടെൽ മീ, ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഇൻ DKD? DKD ശരിക്കും പറഞ്ഞാൽ വണ്ടർഫുൾ ജഡ്ജസ് ആണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാമിലിയാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഷോ ബോയിങ് മാറി DKDയിലേക്ക് പോയോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ടീം ബിയെ കാണാം. ഒന്നാമത്തെ ആളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അത്രയധികം നന്നായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖമാണ്. ആ കൊട പോലെ മുടിയിട്ടിരിക്കുന്ന ആ ആളാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിട്ടുള്ള അതിഥി. അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിഥിയെ മലയാളികൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതിഥി കുട്ടൂസ്. അതിഥി കുട്ടൂസ്. ദീപൻ ചേട്ടാന്ന് വിളിച്ചേ? ദീപൻ ചേട്ടാ. സൂര്യ ചേട്ടാന്ന് വിളിച്ചേ? തൊണ്ടയിൽ കിച്ച് കിച്ച്. ഇത് മറ്റേ കുമ്പളങ്ങിയിൽ സതീശൻ പറയുന്ന പോലെ ഞാൻ ഏട്ടാന്ന് വിളിക്കും, ഞാൻ കേക്കട്ടെ. സൂരജ് ചേട്ടാ. എനിവേ, വെൽക്കം ടു ദ ഷോ. നെക്സ്റ്റ് ആയിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഒരു നല്ല പൂക്കുട പോലെ മുടിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ആ ആളാണ് സുമി. സീരിയലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ്. നിങ്ങളുടെ ടീമിൽ നിങ്ങളൊരു ഡാൻസറെ കൊണ്ടുവന്നു, ഞാനും കൊണ്ടുവന്നു ഒരു ഡാൻസറെ. എന്താണ് ആ കുട്ടിയുടെ പേര്? അതാണ് അഭിഷ. അഭിഷ എവിടുന്നാ വരുന്നത്? Myself Abhisha. I'm a professional dancer doing events. Okay, we know English, but we are interesting for Malayalam. I do not Malayalam. Possible. We are English guys, but Tamil தெரியுமா? Tamil தெரியும். கொஞ்சம் கொஞ்சமா தெரியும். சொல்லுங்க. நல்லாவே தெரியும். நல்லா தெரியும். எனக்கு கொஞ்சம் கொஞ்சம் தான் தெரியும். இது சூரஜ். நானு உங்க டீம் மேனேஜர். Okay. நானு கேம் சொல்லு. அப்போ நீங்க வரணும், കളിക്കണം. ഓക്കേ, പോയിന്റ് എടുക്കണം. ഓക്കേ? നമ്മുടെ ബോയിന്റെ നമ്മളെ കണ്ടസ്റ്റൻസിനെ എല്ലാം പരിചയപ്പെട്ടു. പക്ഷേ നമ്മുടെ ആദ്യ മത്സരം നിങ്ങൾക്ക് അറിയേണ്ട എന്താണ് സൂരജ്? നീ പോമോനെ ദിനേശ. നീ പോമോനെ ദിനേശ റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് ടീമിൽ നിന്നും ഓരോരുത്തർ വേണം അവിടെ ആ കൊടവേറുള്ള ആൾക്കാർക്ക് തല നൽകാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ബോയിന്റെ നീ പോമോനെ ദിനേശിൽ ആ വിശിഷ്ട പൊസിഷനിൽ നിർത്താൻ വേണ്ടി ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു ശ്രുതി ലക്ഷ്മി. ഞാൻ ടീം ബിയിൽ നിന്ന് അഭിഷ. ബോയില് നീ പോകുമ്പോൾ ദിനേശിൽ നമ്മൾ കാണുന്ന ഒരു ചെയർ ഉണ്ട്. ഈ ചെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെ മലയാളികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സീറ്റിംഗ് ആണ് ആ സ്ഥാനം. അപ്പൊ ഈ ചെയറിന്റെ പ്രത്യേകത, നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഇങ്ക് ബോൾ തരും. ഇങ്ക് ബോളും കൊണ്ട് നേരെ ആ ബോർഡിലേക്ക് എറിയുക. അതിൽ എത്ര പോയിന്റിലാണ് നിങ്ങൾ ഹിറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ സ്കോർ ബോർഡിൽ ആദ്യം കാണുന്ന ഒരു യെല്ലോ സർക്കിൾ ആണ്. യെല്ലോ സർക്കിൾ യു ക്യാൻ സീ 40 പോയിന്റ്സ് ആൻഡ് റെഡ് സർക്കിൾ യു ക്യാൻ സീ 60 പോയിന്റ് ആൻഡ് മിഡിൽ ഓഫ് ദ പോർഷൻ യു ക്യാൻ സീ 80 പോയിന്റ്. ഇനി സ്വന്തം ടീമിന്റെ മുഖത്തേക്കാണ് ബോൾ കൊള്ളുന്നതെങ്കിൽ 0 പോയിന്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ടീമിന്റെ മുഖത്താണെങ്കിൽ 100 പോയിന്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ടീം എയിൽ നിന്ന് ആ സന്തുഷ്ടമായ ചെയറിൽ ഇരിക്കാൻ ഞാൻ വിളിക്കുന്നു പ്രീത.
പ്രീത കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ചെയറിൽ ഇരുന്നു. പക്ഷെ പ്രീത പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, DKDയിൽ ജഡ്ജസ് ഇരിക്കുന്ന ചെയർ പോലെയാണ്. എനിക്ക് ആ ചെയറിൽ കയറി ഇരിക്കാൻ പറ്റില്ല, പക്ഷെ ഈ ചെയറിൽ ഇരുന്നപ്പോൾ ആ ചെയറിൽ ഇരുന്ന ഫീലാണ്. അപ്പോൾ സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ഈ ഒരു ഇങ്ക് ബോൾ എടുത്തേ. ഓ, അതിനകത്തും ട്വിസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അറിയാലോ, എന്റെ ടീം ഒരിക്കലും പിന്നിലല്ല. പ്രോമിസ്? Promise. Okay. All the best to you. Thank you. Your time starts now. 3, 2, 1. Nee po mole. Dinasha. 3, 2, 1. Are you ready? Enjoy the ride. Very good, very good. Good job. Congratulations. 60 പോയിന്റ് വലിയ പ്രസക്തി ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. കാരണം ആദ്യം പോകുന്ന കുട്ടി എന്തായാലും 0 വാങ്ങിക്കാതെ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷം. How was the experience? ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഒരു റോളർ കോസ്റ്റർ റൈഡ് പോയ പോലെ ഉണ്ട്. പക്ഷെ എന്തായിരുന്നു 80 എടുക്കാൻ പറ്റാതെ? അത് പെട്ടെന്ന് ഈ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ത്രില്ലായി. എനിവേ, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. 60 പോയിന്റ് ടീം എ കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. ദീപ, നിന്റെ ടീം 60 പോയിന്റ് നേടി. എന്റെ ടീമിൽ നിന്ന് ഞാൻ എന്റെ അതിഥിയെ വിളിക്കുകയാണ് 80 പോയിന്റ് നേടാൻ. നിന്റെ ടീം ഓപ്പോസിറ്റ് ആണെങ്കിലും പക്ഷെ എനിക്കൊരു കാര്യം പറയാം, അതിഥിയെ പറ്റി എനിക്ക് നല്ല ധാരണ. നേടും. അങ്ങനെ നേടിയാലും എനിക്ക് വേണ്ടിയിട്ടാണ് നേടുന്നത്. ഇനി നേടിയിട്ടില്ലെങ്കിൽ അത് ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ പറയും. ആരോപണം ഞാൻ ഉന്നയിക്കും. അതുകൊണ്ട് നമ്മൾ തമ്മിലാണ് ഡീല്. ഓക്കെ, പേടിപ്പെടുത്തല്ലേ കൊച്ചിനെ? ടീം വർക്ക്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അതിഥി, വെൽക്കം. അടിപൊളിയല്ലേ? ഈ ഒരു സീറ്റ് കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ? അപ്പാ ആപ്പനി വെല്ലുപ്പിനൊന്നും വിളിക്കണ്ട, നേരെ ശ്രുതിയുടെ മൂക്ക് മാത്രം കണ്ടാ മതി. ശ്രുതിയുടെ മൂക്ക് ദേ വെളുത്ത മൂക്കാണ്, അതിങ്ങനെ പരത്തിയിട്ട് കൊണ്ടുതരണം എനിക്ക്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1. നീ പോ മോളെ. ദിനേശ, അതുകൊണ്ട് എന്താ പറ്റിയേ? ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ആ എഡ്ജിൽ പോകുമ്പോ ഒറ്റ അറിയാവുന്നു ഞാൻ, പക്ഷെ എഡ്ജും കാണുന്നില്ല. ആ സ്പീഡിൽ പോകുമ്പോ എവിടെ പോകുന്നു? നിന്റെ മനസ്സിൽ ഇവന്റെ മുഖം ഉണ്ടായില്ലേ? സത്യം പറ, നിന്റെ മനസ്സിൽ ഇവന്റെ മുഖം ഉണ്ടായില്ലേ? സത്യം പറ, ആരോപണം ഇത്, ഭയങ്കരമായ ആരോപണം. സത്യം പറയണെങ്കിൽ ഒരു ഗെയിം കളിക്കുമ്പോ ആരുടെ മുഖം? ഇല്ല, ഗെയിമിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത എന്തായാലും അവനൊരു താങ്ക് യു. ചേട്ടാ, ഡോണ്ട് വറി. നിന്നോട് ഞാൻ മിണ്ടില്ല. നെക്സ്റ്റ് ഞങ്ങൾ പൊളിക്കാം. ഓക്കെ, എന്തായാലും സൂരജും അതിഥിയും തമ്മിൽ ചെറിയൊരു വഴക്കാണ്. എനിക്ക് എന്തായാലും ഇതിന് കോംപ്രമൈസ് ചെയ്യാൻ ഇച്ചിരി സമയത്തിന്റെ ആവശ്യമുണ്ട്. This is Boing co-powered by Lasa Ice Cream and Damro Furniture. Have a short break. Boing, boing. Boing, boing. Welcome back to the show. This is Boing co-powered by Lasa Ice Cream and Damro Furniture. സുരജ്, നിങ്ങളുടെ കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. എല്ലാ വിഷയവും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കിയിട്ടുണ്ട്. സമാധാനമായല്ലോ? സമാധാനം ആയിട്ടില്ല, എനിക്ക് പോയിന്റ് കിട്ടിയല്ലോ, എനിക്ക് സമാധാനം. നീ കോംപ്രമൈസ് ആക്കി. അപ്പൊ ഇനി അടുത്തൊരു വഴക്കിനുള്ള തുടക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ടീം എയിൽ നിന്ന് ഞാൻ അടുത്ത് ക്ഷണിക്കുന്നു ശരണ്യ. ശരണ്യ, മത്സരിക്കാൻ റെഡി അല്ലേ? അപ്പൊ ബോൾ എടുക്കുക. ഉന്നം പിടിക്കുക. ലക്ഷ്യം ആരാണ്? അടുത്ത ആളുടെ മൂക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 80 പോയിന്റ്സ് ആണ്. All set? All the best to you. Your time starts now. 3, 2, 1. നീ പോ മോളെ. ദിനേശ, സൂരജ്,
ചിന്ന ബാബാ എന്ത് പറ്റി എന്ത് പറ്റി മാമുണ്ടില്ലേ? അപ്പൊ എനിവേ ഗുഡ് ഗ്രേറ്റ് പെർഫോമൻസ്. എന്തായിരുന്നു ഹൗ വാസ് എക്സ്പീരിയൻസ്? ആ മോഹം പൊട്ടിക്കണം. അത് ഇവനോടുള്ള ദേഷ്യമാണോ ആ കൊച്ചിനോടുള്ള ദേഷ്യമാണോ? ഇല്ല, എന്റെ ടീം ജയിക്കണം. That's the team spirit. Good job. എന്തായാലും നന്നായി. ഞാൻ അഭിനന്ദിക്കും. സത്യസന്ധമായിട്ടുള്ള ഒരു നിരീക്ഷകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തത് ഗംഭീരായി. വല്ലപ്പോഴും ഇതുപോലെ മൂക്കിനെറിഞ്ഞ് കൊള്ളിക്കാറുള്ളൂ. നന്നായിട്ട് ചെയ്തു. മാവിലെറിയാറുണ്ടോ? മാവിലെറിയുക. ഇനി എറിഞ്ഞു കഴിഞ്ഞാലും മാങ്ങ വീഴുമെന്ന് എനിക്ക് ഉറപ്പായി പോയിരിക്കുക. അളിയാ സൂരജ് എടാ ഇനിയല്ല നടക്കൂടാ. ആര് സുമി എന്റെ കൽബേ എന്തോ आपका बॉल टेक करो. സുമി ഉന്നം പിടിക്കലോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 നീ പോ മോളെ. ദിനേശ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സെറ്റപ്പ് ഇല്ല. സത്യം പറ. ഒരു സെറ്റപ്പും ഇല്ലടാ. സത്യസന്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചുമ്മാ കണ്ണടക്ക് ഇതേ ഫ്രെയിം ഒക്കെ ഉള്ള കണ്ണടക്കി ഇട്ട് സ്റ്റൈലാക്കി വന്നിട്ട് ഇന്ന് ഞാൻ പോയിന്റ് ഇട്ട് തുള്ളുന്ന വെച്ചിട്ട് പൂക്കൂല തേങ്ങാക്കൊല എന്നെല്ലാം പറഞ്ഞു. എന്താണ് സുമി? ഇനി അടുത്ത റൗണ്ട് ഉണ്ടല്ലോ. ഇനി റൗണ്ട്. പക്ഷേ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഈ ഡയലോഗ് പറയരുത്. അവനെ വിഷമപ്പെടുത്തരുത്. എനിക്ക് അധികം അവനെ നിരുത്സാഹപ്പെടുത്തുന്നതിൽ എനിക്ക് താല്പര്യം. എന്താ പറ്റിയ ഇതിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ പേടിച്ചു. സൗണ്ട് കേട്ടോ പേടിച്ചു. ഏതിന്റെ സൗണ്ട് കേട്ടപ്പോ? ഇങ്ങനെ ചെയർ പോയപ്പോഴും സൗണ്ട് ഉണ്ടായിരുന്നു. പിള്ളേർ കണ്ടോ ടീം 100 ഒക്കെ പേടിക്കാതെ വാങ്ങിച്ചിട്ട് മൊത്തം നിന്റെ ശോകമാണല്ലോ. ഞാൻ ശോകമാണ് ഇന്ന് ടോട്ടൽ. ശരി ഓക്കെ. നിനക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം പിന്നീട് ഞാൻ ഇട്ടിരുന്നതാണ് സുമി. മക്കളെ എന്തായാലും ഇനി ശ്രുതിയെ ഞാൻ ക്ഷീണിക്കാൻ സമ്മതിക്കത്തില്ല. വരൂ ശ്രുതിയ നബിഷ. നിങ്ങൾ എങ്ങനെ ഇത് സാധിച്ചു? ശ്രുതി ശ്രുതി എന്താ പറ്റിയ ക്ലാസ്മേറ്റിന്? നിന്നെ കണ്ട് മയങ്ങിപ്പോയോ? വന്നപ്പോ എന്തായിരുന്നു മലപ്പുറം കത്തി മറ്റത് മറിച്ചത് കുന്തം കൊടച്ചക്ര. ഇപ്പം പറഞ്ഞു ഇവ അന്നും തോൽവി ഇന്നും തോൽവി. ഞാൻ വിചാരിക്കുക ഇവള് വരുന്ന ഈ എപ്പിസോഡ് തന്നെ ഈ ദുരന്തം എനിക്ക് വേണമായിരുന്നു. നിന്റെ വില കംപ്ലീറ്റ് സ്കൂളിലും വെച്ച് പോയി ഇപ്പൊ ഇവിടെ വെച്ച് പോയി. നീ നാട്ടിൽ പോയിട്ട് പറയോടെ നീ ഇതിങ്ങനെ കീപ്പ് ചെയ്യണം. നമ്മള് പ്ലസ് ടു ഗ്രൂപ്പിലൊക്കെ നീടുവോ? നീ നമ്മുടെ ചളിയായ ഒരു മുഖം ഉണ്ടല്ലോ. Tell me, how was the experience? Ball hit ചെയ്യുമ്പോ கரெக்ட்டா மூஞ்சில போட்டாங்க. மூஞ்சில போட்டா அவருக்கு ஏதாவது வைராகி இருந்தா முன்னாடி ஏதாவது கோபம் இருந்தா உங்ககிட்ட? இல்ல கரெக்ட்டா அடிச்சிட்டாங்க. கரெக்ட்டா அடிச்சாங்க. நீங்க கவலைப்பட வேண்டாம். அடுத்த ரவுண்ட்ல நமக்கு ஏதாவது பண்ணலாம். கண்டிப்பா பண்றோம். பண்ணணும். നീ പോമോനെ ദിനേശ മത്സരം അവസാനിക്കുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 160 പോയിന്റ് ആണ്. ടീം ബി നേടിയിരിക്കുന്നത് ആന മൊട്ട. പക്ഷേ ഈ കൂവൽ ഇവിടെ അവസാനിക്കില്ല. നിങ്ങൾ ചാനൽ മാറ്റരുത്. ഞങ്ങൾ ഈ കൂവി തീർന്നിട്ട് വരാം. This is Boing Boing Co powered by Last Ice Cream and Damero Furniture. Have a short break. Boing, boing. Boing, boing. സൂരജ് നമ്മുടെ സെക്കൻഡ് ഗെയിം എന്താണ്? തോമസ് ഊട്ടി വിട്ടോട റൗണ്ടിന്റെ പ്രത്യേകത നമ്മുടെ മുന്നിൽ കാണാൻ ഒരു റോളിംഗ് ട്യൂബ് കാണാം. രണ്ട് സൈഡിൽ ഹാമർ അടുക്കി വെച്ചിരിക്കുന്നതാണ്. നടുവിലായിട്ട് ഒരു ഡോങ് തൂക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ആയിട്ട് പോകും. ആ ഹാമർ എടുക്കും. ഡോങ്ങിൽ ഓടിച്ചെന്ന് അടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് പ്രോസസ്. ബാക്കി കാര്യം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. പോയി ഡോങ് അടിക്കുക. ആരാണ് ഡോങ്ങിൽ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഉത്തരം പറയാനുള്ള ചാൻസ് കിട്ടുന്നത്. നമ്മുടെ ഒരു മൂന്നാമത്തെ ഒരു വലിയ ഗെയിം ഉണ്ട്. ആ ഗെയിമിലാണ് രണ്ട് വ്യക്തികളെ നമ്മൾ കാണുന്നത്, ജില്ലു ബില്ലു. പക്ഷെ ഇന്ന് മുതൽക്ക് നമ്മളുടെ ബില്ലുവിനെ ഞങ്ങളൊരു പൊസിഷനിൽ നിർത്തിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ പേരാണ് പണിഷ്മെന്റ് ബോക്സ്. പണിഷ്മെന്റ് സെഗ്മെന്റിലുള്ള വേണ്ടാത്ത പണി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടായിരുന്നു ഒരു പണിഷ്മെന്റ് കിട്ടും. അതോടെ ചെയ്യേണ്ടി വരും. തോമസ് കുട്ടി വിട്ടോട റൗണ്ടില് ഞാൻ ആദ്യം ടീം എയിൽ നിന്ന് വിളിക്കുന്നത് ശ്രുതി ലക്ഷ്മി ആൻഡ് ടീം ബിയിൽ നിന്ന് അതിഥി. ചോദ്യം ചോദിക്കട്ടെ? സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, സോങ് പ്ലീസ്. സുന്ദരി ഒന്നൊരുങ്ങിവാ നാളെയാണ്. അപ്പൊ സോങ് കേട്ടല്ലോ.
ഈ സോങ് ഏത് സിനിമയിലാണ്? ഓടരുത്, റൺ റൺ പറഞ്ഞതിന് ശേഷം മാത്രം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 റൺ. അതിഥി ഓടരുത്. ഓട്, അടിക്ക്, പോയിട്ട് അടിക്ക്, പോയിട്ട് അടി. ഓടിപ്പോയി അടിക്ക്. അതാ അപ്പൊ ശ്രുതിലക്ഷ്മി പാട്ട് കേട്ടല്ലോ, ഉത്തരം അറിയോ? ഒരു മലയാളിയോട് ഈ ചോദ്യം ഒരിക്കലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. പറഞ്ഞു പോയി. നമ്മുടെ സ്വന്തം ലാലേട്ടൻ. മുരുക, ഉത്തരം ശരിയാണോ? ഒന്നൊരുങ്ങി വാ നാളെയാണ് താലിമംഗലം സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് താലിമംഗലം വരണ്ട പെങ്ങളായി നിന്ന് വേണം ചടങ്ങ് മോടിയാക്കുവാൻ മധുവിധുവിനു ചിറകടിക്കുന്നു പലയിടങ്ങളിൽ പറവറക്കണം സുന്ദരി. ദീപ, ഇവളുടെ പേര് അതിഥി എന്നാണ്. ഇംഗ്ലീഷിലെ ഗസ്റ്റ് എന്ന് പറയും. പക്ഷെ എന്റെ ലൈഫിലേക്ക് വന്നത് ഗോസ്റ്റ് ആയിട്ടാണ്. ആണോ? അല്ല, എനിക്ക് അതിഥി ആദ്യം പറഞ്ഞു എനിക്ക് ആദ്യത്തെ എനർജി ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോ ആദ്യത്തെ എനർജി ആ കുട്ടി പാലിച്ചു, അതേ ഉള്ളൂ. ആ ഒരു തെറ്റേ കുട്ടി ചെയ്തു. ആദ്യത്തെ എനർജി ഓണാവാൻ അരമണിക്കൂർ എടുക്കുള്ളൂ. അവിടുന്ന് ഓടാൻ വേണ്ടിട്ട് ഇത് എന്താണ് ആലോചിച്ചോണ്ടിരുന്നത്? അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞേ? പ്രധാനമന്ത്രി. ഓക്കെ, അപ്പൊ തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ ടീം എ നേടിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. നല്ലൊരു കയ്യടി. പക്ഷേ ടീം ബിക്ക് നമ്മുടെ ബില്ലു കാത്തു നിൽക്കുന്ന പണിഷ്മെന്റ് അവിടെ റെഡിയാണ്. ബില്ലു, പണിഷ്മെന്റ് ബോക്സുമായിട്ട് പ്ലീസ് കം. ഈ 4-1 പഞ്ചസാര. ഈ 4 പാത്രങ്ങളിൽ 1 പഞ്ചസാരയാണ്. സെലക്ട് ചെയ്യണം. ഇതെന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണത്? പിത്തള പിത്തള തവളാച്ചി. അപ്പൊ അതിഥി കുട്ടു സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇതിൽ എന്താണ് നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിഥി ഇത് ഈ ഒരു സാധനമാണ് സെലക്ട് ചെയ്തത്. പഞ്ചസാര ലായനി ആയിരിക്കാം അതിന്റെ ഉള്ളിൽ. അത് കുടിക്കാനുള്ള സ്ട്രോ ആണിത്. അപ്പൊ തുറന്നോളൂ. ചേട്ടാ ഇത് എന്താ ചേട്ടാ? ഇത് പച്ച കളറിലെ പഞ്ചസാര കലക്കിയ വെള്ളം. ഇതാണ് വൈറ്റമിൻ, മൾട്ടി വൈറ്റമിൻസ് ഇട്ടിട്ടുള്ള പച്ചവെള്ളം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ടീം അടുത്ത് തൊട്ട് A to Z വരെയുള്ള വൈറ്റമിൻസ് ആണ് ഉള്ളത്. It's good for health and skin. Very good job. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിന്റെ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ വിളിക്കുന്നു ശരണ്യ. ആൻഡ് ഫ്രം ബി സുമി. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഇത് ഏത് സിനിമയിലെ? ഏത് സിനിമയിലെ ഡയലോഗാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 റൺ. ഒരിക്കൽ കൂടെ ഞാൻ ചോദ്യം പറയണേ, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഇത് ഏത് സിനിമയിലേതാണ്? സന്ദേശം. 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 മുരുക, ഉത്തരം ശരിയാണ്. Again, team A 50 പോയിന്റ് കൂടെ അധികം നേടി 100 പോയിന്റ്സ്. ഞാനൊരു കാര്യം പറയട്ടെ, സിമ്പിൾ ആയിട്ടൊരു കാര്യം. സുമി അവിടുന്ന് ഓടാൻ മടിച്ചുകൊണ്ട് മാത്രം നമുക്ക് പോയിന്റ് ഇട്ടാഞ്ഞത്. പക്ഷെ സുമിക്ക് തീരെ അവിടെ വെള്ളത്തിൽ ഇറങ്ങി ഡാൻസ് കളിക്കാനും ടീമിന് പണിഷ്മെന്റ് കൊടുക്കുന്നത് ഞാനാണ്. എന്നെ നല്ല ദേഷ്യം. നിങ്ങൾ വന്നപ്പോ തൊട്ട് എന്താ ചെയ്യണം? അല്ല വെള്ളം എനിക്ക് പേടി, അതുകൊണ്ടാ. ഇവളില്ലായിരുന്നു. അപ്പൊ തീയിലിടട്ടെ. അപ്പൊ കുളിക്കാറേ ഇല്ല. വെള്ളം പേടിയാ.
പണിഷ്മെന്റ്. ശരണ്യ, എന്തായാലും സന്തോഷമായല്ലോ. അപ്പൊ ശരണ്യ ചെയ്യേണ്ട നമ്മുടെ സുമിക്കുട്ടിക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക. ഡാൻസ് മാത്രമല്ല, കുട്ടിക്ക് വെള്ളവും പേടിയാണ്. വെള്ളത്തിന്റെ നടുവ് തന്നെ ഡാൻസ് കളിക്കണം. ഇന്നത്തോടു കൂടി ആ വെള്ളത്തിന്റെ പേടി ഞങ്ങൾ മാറ്റിത്തരും. ഞാൻ ലാസ്റ്റ് ചോദ്യം ചോദിക്കാനായിട്ട് ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നു പ്രീത. ടീം ബിയിൽ നിന്ന് അഭിഷ. ഒരു ടങ് ട്വിസ്റ്റർ ആണ് ചോദിക്കാൻ പോകുന്നത്. ഒരു ടങ് ട്വിസ്റ്റർ, നാക്കുടക്കി. ഡോങ് അടിച്ചതിന് ശേഷം ആ ചോദ്യം ചോദിക്കാം. ഓക്കെ, അഭിഷ ആൻഡ് പ്രീത ഓൾ സെറ്റ്. അഗൈൻ ഒരിക്കലും പറഞ്ഞു റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 റൺ. അടിമുത്ത്. രണ്ടുപേർക്കും ഡോങ് അടിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ചോദ്യം രണ്ടുപേരോടായിട്ട് ഞാൻ ചോദിക്കാം. എന്തായാലും ആദ്യം ഓടി എത്തിയത് പ്രീതയാണെന്ന്. പ്രീത, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് തന്നെയാണ്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ഗ്രീൻ ബൾബ്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, എന്താ നീ ഒരു വിബ്ജിയോർ തന്നെ കൊടുക്കണം? അല്ല, ഇത്രയും മതി. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ഗ്രീൻ ബൾബ്. റെഡ് ബ്ലൂ ഗ്രീൻ ബൾബ്, റെഡ് ബ്ലൂ ഗ്രീൻ ബൾബ്. ഞാൻ ആ ഡോങ് എടുത്ത് തലക്കടിച്ചു. അല്ല, ഇത് വേറെ തന്നെ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ഗ്രീൻ ഞങ്ങൾക്ക് ബൾബ്. 3 കളറിലുള്ള ബൾബും വേണം. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ഗ്രീൻ ബൾബ്. 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 നെക്സ്റ്റ് Red bulb, Bullshit. Bullshit. green bulb, red bulb, blue bulb, green bulb, red bulb, blue bulb, green bulb, red bulb, blue bulb, green bulb, red bulb, red bulb, blue bulb, green bulb. പൾപ്പോ? ബില്ലുവിന് വർക്ക് ഉണ്ട്. ബില്ലുവിനൊരു വർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് വേറെ തരാം. നിങ്ങൾ ഡോങ് അടിച്ചിട്ടില്ല, നിങ്ങൾ നല്ല നർത്തകിമാരാണെന്ന് അറിയാം. ഒരു പാട്ട് ഇപ്പിട്ട് തരും. അവിടെ നിന്ന് വെള്ളത്തിന്റെ നടുവ് ഒരു മാസ് ഡാൻസ് വേണം. മ്യൂസിക് പ്ലീസ്. ടീം എയും ടീം ബിയും കുളിച്ച് കയറി മാർക്ക് വെള്ളത്തിൽ കളഞ്ഞിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഒരു ലോഡ് കണക്കിന് പണിഷ്മെന്റ് സെഗ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീരുമ്പോ പണി തന്നോണ്ടിരിക്കും. ബില്ലു കുപ്പിന്ന് വന്ന ഭൂതോ? അതാണ് ഇപ്പോ ഭൂതം വരുന്നു. ഇവിടെ 3 പാത്രങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നിൽ പഞ്ചാമൃതമായിരിക്കാം, ചിലപ്പോൾ പായസമായിരിക്കും, ചിലപ്പോൾ ഒന്നിൽ ശർക്കര ആയിരിക്കാം. അപ്പം ഈ 3 പാത്രത്തിൽ സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ചെയ്യുമ്പോൾ അടി വെച്ച് വേണമെങ്കിൽ സെലക്ട് ചെയ്തോ. ചിലപ്പോൾ ആർക്ക് കിട്ടുന്നത് പഞ്ചാമൃതമായിരിക്കും, ചിലപ്പോൾ കൽക്കണ്ടമായിരിക്കും. സെലക്ട് ചെയ്തോ. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. അടുത്ത ആള്. ശരി, അപ്പൊ അത് മതി. എന്റെ കുട്ടിക്ക് ഞാൻ തന്നെ ഇത് പകർന്നു നൽകാം. പഞ്ചാമൃതാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കണം. നോട്ട് പാവക്ക, ഇറ്റ് ഈസ് ചില്ലി ജ്യൂസ്. Wow, that's the spirit. നല്ലൊരു കൈയടി പ്ലീസ്. പണിഷ്മെന്റ് ആണെന്ന് കരുതി ആവേശാക്കണ്ട. ബാക്കി ഞാൻ എടുത്തുകൊണ്ട് വരും. ഈ തീയിൽ കുരുത്തു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് പച്ചമുളകിൽ കുരുത്ത കുട്ടിയാ. അവിടെ പോയിരുന്ന് ആസ്വദിക്കാം. ഇവിടെയാണ് അടുത്ത ഗംഭീരമായിട്ടുള്ള സംഭവം.
എടാ നിങ്ങൾക്ക് മാത്രം ലോട്ടറി അടിച്ചു അല്ലേ? ആ പെട്ടെന്ന് ഈ സമയത്ത് ഞാൻ മാർക്ക് പറയട്ടെ. സുമേഷ്, ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ആ സന്തോഷം എന്തായാലും ഇവരെ പണിഷ്മെന്റ് വാങ്ങിയാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ടീം എ നേടിയിരിക്കുന്ന തോമസ് കുട്ടി വിട്ടോടെ റൗണ്ട് തീരുമ്പോൾ 100 പോയിന്റ്സ് ആണ്. മാത്രമല്ല 2 സെഗ്മെന്റ് കഴിയുമ്പോൾ ടോട്ടൽ നേടിയിരിക്കുന്ന 260 പോയിന്റ്സ് ആണ്. നല്ലൊരു കയ്യടി. നമ്മുടെ ടീം നേടിയിട്ടുള്ളത് മുളകിന്റെ വെള്ളം, ഇഞ്ചിയുടെ വെള്ളം, ഉപ്പിന്റെ വെള്ളം ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോ ഞങ്ങളുടെ കുട്ടികളെല്ലാം പണിഷ്മെന്റ് ഏറ്റുവാങ്ങി. ഇവർക്ക് എന്തെങ്കിലും നമ്മൾ നല്ല വെള്ളം കൊടുക്കണ്ടേ? അതിനായിട്ട് ഞങ്ങൾക്ക് ഒരു ഇടവേളയ്ക്ക് പോകാൻ സമയമായി. ദിസ് ഇസ് ബോയിങ് ബോയിങ് co-powered by Lasa Ice Cream and Damro Furniture. Have a short break. Boing boing. Yes, welcome back to the show. This is Boing Boing co-powered by Lasa Ice Cream and Damro Furniture. സൂരജ്, പണിഷ്മെന്റ് കഴിഞ്ഞു, മത്സരത്തിന്റെ 2 സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി ഒരു നല്ല ഗംഭീര മത്സരമുണ്ട്. ഇനിയും നിനക്ക് ടീം ജയിക്കാനുള്ള ഒരു അവസരമാണ്. മക്കളെ, സുന്ദരിമാരെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇനി വരാൻ പോകുന്ന റൗണ്ടിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും. അവരും കൂടി വിചാരിക്കണം, അവര് അധികം വിചാരിക്കാതിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ജയിക്കും. അങ്ങനത്തെ ഗെയിമാണ്. അതിനു മുന്നേ എന്താണ് മത്സരത്തിന്റെ പേര് സൂരജ്? താമരശ്ശേരി ചുരം. താഴെ നിങ്ങൾക്ക് കാണാം ബ്ലൂ ബോൾസ് കാണാം, റെഡ് ബോൾസ് കാണാം, മുകളിൽ റെഡ് ഫ്ലാഗ് കാണാം, ബ്ലൂ ഫ്ലാഗ് കാണാം. നിങ്ങൾ അതാത് ടീമിന്റെ കളറാണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. അപ്പോ ടീം എയും ടീം ബിയും അതാത് പൊസിഷനിൽ പോയി ഓൾട്ടർനേറ്റ് ആയിട്ട് നിൽക്കുക. താമരശ്ശേരി ചുരം കയറാനായിട്ട് ടീം എയും ടീം ബിയും അതാത് ബോൾസ് കയ്യിലായിട്ട് നിൽക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 ഗോ. വെരി ഗുഡ്, വെരി ഗുഡ്. Keep going, good job. Keep going. Ball വിടരുത്. അഭിഷ, സൂപ്പർ സൂപ്പർ, ഗുഡ് അറ്റംപ്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പിടിക്ക് ശരണ്യ. വെരി ഗുഡ്. അഭിഷ, പ്ലീസ് കം ഡൗൺ.
ലാസ്റ്റ് 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. താമരശ്ശേരി ചുരം കയറി എല്ലാരും കൂടെ കീഴ്പ്പെടുത്തി. ഇനി ജില്ലു ബില്ലു ആയിട്ട് താമരശ്ശേരി ചുരം ഇറങ്ങട്ടെ. എന്തായാലും പതിവ് പോലെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അത് ഗംഭീരമായിരുന്നു. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് അറിയണ്ടേ? ശ്രുതി, എങ്ങനെ ഉണ്ടായിരുന്നു ബോയിങ്? എന്താ പറയാ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടോട്ടലി എൻജോയ് ചെയ്തു. സീരിയസ്ലി നമുക്ക് പിന്നൊരു വാശിയാണ്. ഒരാള് പ്രീത കയറി പോയപ്പോ തന്നെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു നമ്മുടെ ബാബുചേട്ടന്റെ താമരശ്ശേരി ആ ചുരം കയറാൻ ഇത്രയും പാടില്ല, എന്റെ ദൈവമേ. അടുത്ത ആള് ശരണ്യ, എങ്ങനെ ഉണ്ടായിരുന്നു? ശരണ്യക്ക് അവസാനം താമരശ്ശേരി ചുരം കീഴ്പ്പെടുത്താൻ പറ്റി. എല്ലാരും തട്ടി വിട്ടിട്ട് ലാസ്റ്റ് എന്നെ തട്ടാൻ ആരും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ജില്ലും ബില്ലും? ലാസ്റ്റ് എന്നെ വന്ന് കൊണ്ടുപോയി. ഇഷ്ടപ്പെട്ടോ? അതോ ശരി, അടുത്ത പ്രീത. ഭയങ്കരമായിട്ട് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. താങ്ക്സ് ടു സി കേരളം ആൻഡ് താങ്ക്സ് ടു ബോയിങ് ടീം. ഓക്കെ, ഇനി ടീം ബി ആണ് ചോദിക്കേണ്ടത്. അതിഥി സാധാരണ മത്സരങ്ങളിലൊന്നും വിട്ടുകൊടുക്കാത്ത സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് അതിഥി. എന്താ പറ്റിയെന്ന് ഇവിടെ? അല്ല ദീപേട്ടാ, ഇതൊന്നും പറഞ്ഞ ഒരു എൻജോയ് ചെയ്യണ, ഇത് ജയിക്കണേക്കാളും നല്ല അടിച്ചു എൻജോയ് ചെയ്ത ആൾക്കാർക്കും ഈ എൻജോയ് ചെയ്യണം ചിന്തിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു മുതലിരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? സുമിയുടെ ഒരു പെർഫോമൻസ് എനർജി ലെവൽ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ. അഭിഷ, how was the experience? Seriously, I enjoyed a lot. Okay. ரொம்ப நல்லா இருந்துச்சு. Nice experience. You liked it? I enjoyed a lot. Okay, very good. விளையாடணும்னு ஆசையா இருக்கு. Okay. Thank you. ബോയിന്റെ ചൂടേറിയ വാശിയേറിയ അത്യുഗ്രമായിട്ടുള്ള മത്സരത്തിന്റെ അവസാനമാണ്. പക്ഷെ എപ്പോഴും മത്സരമാകുമ്പോൾ ആവേശമേറിയ ഈ കുട്ടികൾ മത്സരിച്ചപ്പോൾ നമുക്ക് മാർക്ക് അറിയണ്ടേ? മാർക്ക് അറിയാനുള്ള ഒരു സമയമാണ്. എന്റെ കയ്യിൽ സ്കോർ ഉണ്ട്. സൂരജ് റെഡിയാണോ? കുറച്ച് റെഡി. എന്തായാലും നിന്റെ ദിവസമാണ്, നീ എൻജോയ് ചെയ്യണം. എന്തായാലും ടീം എ ആദ്യത്തെ റൗണ്ട് നീ പോമോനെ ദിനേശ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 160 പോയിന്റ് ആണ്. ടീം ബിക്ക് അവിടെ പോയിന്റ് നേടാൻ പറ്റിയില്ല, പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അടുത്ത ടീം എ രണ്ടാമത്തെ റൗണ്ട് തോമസ് കുട്ടി വിട്ടോടാ മത്സരം കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. പക്ഷെ ടീം ബിക്ക് അവിടെയും പോയിന്റ്സ് നേടാൻ പറ്റിയില്ല, പക്ഷെ അവിടെയും നല്ല പെർഫോം ചെയ്തു അവര്. നമ്മുടെ അവസാന റൗണ്ട് താമരശ്ശേരി ചുരം മത്സരം കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. പക്ഷെ അതുപോലെ കൈയടി നമുക്ക് ടീം ബിക്ക് കൊടുക്കാം. അവർ നേടിക്കുന്ന 400 പോയിന്റ്സ് ആണ്. ഇവിടെ വിജയിച്ചിരിക്കുന്നത് ടീം എ 660 പോയിന്റ്. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ നമുക്ക് നല്ലൊരു കൈയടി ടീം ബിക്ക് കൊടുക്കാം. അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ വലുതായിരുന്നു. കണ്ടില്ലേ സൂരേട്ടാ, ഫൈനലി വാങ്ങി പോയില്ല, നിരാശപ്പെടുത്തിയില്ല. ഈ മത്സരങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ പതിവ് പോലെ നമുക്ക് ഇന്നും ഒരു ബെസ്റ്റ് പെർഫോമർ ഉണ്ടായിരിക്കും. അത് ആരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരായിരിക്കും? ഗസ്റ്റ് ഉണ്ടോ? എനി ഗസ്? സൂരജൻ, എനി ഐഡിയ? എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ബെസ്റ്റ് പെർഫോമർ എനിക്കറിയാം. അയാളെ ഞാൻ പ്രഖ്യാപിക്കാൻ പോവാണ്. ഇറ്റ്സ് പ്രീത. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV സമ്മാനമായിട്ട് നേടുന്നു. ഇന്നത്തെ മത്സരം, വാശിയേറിയ മത്സരം അവസാനിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്കറിയാം തോൽവി ഉണ്ടാകുന്ന ടീമിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത് നമ്മുടെ ബോയിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും ആ പണിഷ്മെന്റ് സെഗ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ തോൽവി സംഭവിച്ചിരിക്കുന്നത് ടീം ബിക്കാണ്. അവർക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. നല്ല ഒന്നാം തരം ഒരു മ്യൂസിക് തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ടീം ക്യാപ്റ്റനായിട്ട് 3 പേർക്കും കൂടെ
നിങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ ഒരു എൻജോയ്മെന്റ്, ഈ ഒരു ചിരി, ഇത് തന്നെയാണ് ബോയിങ് ബോയിങ്ങിന്റെ ഏറ്റവും വലിയ വിജയം. This is Boing Boing, co-powered by Lasa Ice Cream and Damro Furniture. Signing off, Suraj. Signing off, Deepan Murli. Love you all.